ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ 2 ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ ചേർത്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പോലും പറ്റുന്നില്ല. കാരണം നല്ല ഉറക്ക ക്ഷീണമുണ്ട്. നല്ല ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. ഇപ്പോൾ അത് നേരത്തെ എണീക്കാൻ ഒരു ഫോൺ ബില്ല് കേട്ടാണ് എണീറ്റത്. ഉറക്കം കണ്ണ് തുറക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പം സമയം എന്തായാലും 9 മണിയായി കാണും. എബി പോയിട്ടിന് കുറേ നേരമായി. അവൻ്റെ സ്കൂൾ വാനിൻ്റെ സമയവും സ്കൂൾ വാനിൻ്റെ സൗണ്ടും കേട്ടായിരുന്നു ഞാൻ. അപ്പോൾ എന്തായാലും എണീക്കട്ടെ, ഒന്ന് കുളിക്കണം. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കുളിക്കാന്ന് വെച്ചു, പക്ഷേ ഭയങ്കര തണുപ്പ് കാരണം കുളിക്കാനും പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും രാവിലെ കുളിച്ചിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ കുളിച്ച് ഫ്രഷായിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു സമയം പറഞ്ഞല്ലോ, 9 മണി കഴിഞ്ഞ് കാണുമെന്ന്. കാരണം എനിക്ക് രാത്രിയായാലും പകലായാലും ഉറക്കമേ വരുന്നില്ല. വേദന കാരണം എനിക്ക് ഒരു സൈഡും തിരിഞ്ഞ് കിടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ മലർന്ന് കിടക്കുന്ന സമയത്ത് മാത്രമേ എനിക്ക് ഇച്ചിരി ഉറങ്ങാൻ പറ്റൂ. അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ കാലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കിടക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. അതെന്താണ് എന്നും എനിക്കറിയില്ല. കാരണം എൻ്റെ കാല് നല്ല നീരുണ്ടല്ലോ, ചിലപ്പോൾ അതിൻ്റേതായിരിക്കും. എന്തായാലും ഇപ്പോൾ അമ്മയും ചേട്ടനൊക്കെ ഹെൽപ്പ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ അത് തന്നെ വലിയൊരു ഉപകാരമാണ്. ഞാൻ എന്തായാലും ആ ഒരു സമയത്തിന് എഴുന്നേറ്റു, ഒന്ന് മുഖമൊക്കെ കഴുകി വന്ന് പിന്നെ ഒന്ന് ഡ്രസ്സൊക്കെ മാറി കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ജനൽ അങ്ങ് തുറന്നിടും. എനിക്കിപ്പോൾ ആകെ ഒരാശ്വാസം റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരെ ഒന്ന് കാണാം, വാഹനങ്ങൾ കാണാം. ഇതൊക്കെയുള്ളൂ എൻ്റെ ഒരു ആശ്വാസം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വേറെ ഡ്രസ്സാണ് കേട്ടോ എടുത്തത്. ഈ ഒരു ടോപ്പാണ് എൻ്റെ കൂടെ ഇടാമെന്ന് വിചാരിച്ചെടുത്തത്. പക്ഷേ എന്ത് ചെയ്യാം, നല്ല ടൈറ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇച്ചിരി വണ്ണം വെച്ചിട്ട്, ഇച്ചിരി അല്ല വളരെയധികം വണ്ണം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വേറെ ഡ്രസ്സോ ഒന്നും ഇടാനും പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. എന്തായാലും ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് ഇനി പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ചെന്ന് ഇട്ടപ്പോഴാണ് ആ ഡ്രസ്സ് എനിക്ക് ഇടാൻ പറ്റുന്നില്ല എന്നുള്ള സത്യം എനിക്ക് മനസ്സിലായത്. പിന്നീട് വന്നിട്ടാണ് ഞാൻ വേറെ ഡ്രസ്സ് അകത്ത് വന്നിട്ടത് കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ ഓരോ ദിവസവും ചില സമയങ്ങളിൽ ഡെയിലി കുളിക്കും. മിക്ക ദിവസങ്ങൾ ഓരോ ദിവസം ഇടവിട്ട്. ഡെയിലി കുളിക്കണമെങ്കിൽ അമ്മയോ ചേട്ടനോ അടുത്തുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കുളിക്കാൻ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് ഒരുപാട് നേരം നിൽക്കേണ്ടേ. അപ്പോൾ നിൽക്കാൻ എനിക്ക് ഒരുപാട് നേരം പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അവരൊക്കെ ഉള്ള സമയത്ത് ഞാൻ ഡെയിലി കുളിച്ച് വരും. ഇല്ലാത്ത സമയത്ത് ഓരോ ദിവസം ഇടവിട്ടാണ് ഞാൻ കുളിക്കുന്നത്. പിന്നെ എനിക്ക് ഈ ഒരു ടേബിൾ എനിക്ക് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. എബിക്ക് പഠിക്കാനായിട്ട് വാങ്ങിയ ഒരു ടേബിളാണ് കേട്ടോ. പക്ഷേ അത് എനിക്ക് ഉപകാരപ്പെട്ടു. കാരണം ഞാൻ ഫുഡൊക്കെ വെച്ച് കഴിക്കുന്നതാണ് അതിലാണ്. പിന്നെ ഫോണൊക്കെ ചാരി വെക്കാനൊക്കെ ഉള്ള നല്ലൊരു സൗകര്യമുള്ളൊരു ടേബിളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഉപകാരമാണ്. പിന്നെ രാവിലെ തന്നെ ആഹാരത്തിന് മുന്നേ ഉള്ള ഒരു ഗുളികയുണ്ട് കേട്ടോ. ഞാനപ്പോൾ അത് കഴിച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് പത്രമൊക്കെ എടുത്ത് വായിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം നിന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. പിന്നീട് കാല് കട്ടിലോട്ടൊക്കെ മാറ്റി വെച്ചിട്ടാണ് സുഖമായിട്ട് കുറച്ച് നേരം ഇരുന്ന് പത്രമൊക്കെ വായിച്ചിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതാ ഫോണൊക്കെ ചാരി വെക്കാനുള്ള നല്ല സൗകര്യം ഉണ്ടെന്ന്. അപ്പോൾ ദോശയും ചമ്മന്തിയും ചായയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ദോശയും ചമ്മന്തിയും അല്ലെങ്കിൽ അപ്പവും ചമ്മന്തിയും ഇഡലിയും ചമ്മന്തിയും ഒക്കെ ഉള്ള സമയത്ത് എനിക്ക് ഇച്ചിരി പഞ്ചസാര കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. അല്ലാതെ എനിക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ കഴിക്കത്തുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ചായ കുടിച്ചിട്ടിരുന്നു. അപ്പോഴാണ് സ്നേഹ വിളിച്ചത്. അവൾക്കിന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് 2 പേരോടെ വിളിച്ചു. 2 പേരെന്ന് വെച്ചാൽ ബീനയും ഉണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടിന്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ തന്നെ തൊട്ടടുത്ത് ബീനയും അടുത്തുണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു. അവരുമായിട്ട് സംസാരിച്ചു. പിന്നെ കുറേ നാളായിട്ട് ഈ ആദവും ബീനയും ഇത് എപ്പോഴും പറയും നമ്മൾ പ്ലെയിൻ അടുത്ത് കാണാൻ പോകുന്നു. അങ്ങനെ ആദുവിന് പ്ലെയിൻ അടുത്ത് കാണാൻ വേണ്ടിയിട്ടും കൂടെയാണ് പോയത് കേട്ടോ. അപ്പോൾ അവർ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പ്ലെയിനൊക്കെ കണ്ടു. പിന്നീട് ഞാൻ എൻ്റെ കാര്യത്തിലോട്ട് ഇരുന്നു കേട്ടോ. എനിക്ക് ആഹാരത്തിന് ശേഷമുള്ള മെഡിസിൻസൊക്കെ കഴിച്ചിട്ട്
ഞാനും പിന്നെ ഇതാ അങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ വേറെ എന്താ, എന്നും പതിവ് കാഴ്ചകളും എല്ലാം തന്നെയാണ്, വേറെ വ്യത്യാസമായിട്ടൊന്നുമില്ല. അതാണ് ഞാൻ പിന്നെ ഡെയിലി വ്ളോഗായിട്ട് ഇടാത്തത്. ഇനിയിപ്പോൾ എനിക്ക് അടുത്ത 2 ചെക്കപ്പ് ഉണ്ട്, അതിന് ശേഷം വേണം അടുക്കളയിലൊക്കെ ഇറങ്ങിയും പതുക്കെയൊക്കെ ഒന്ന് ജോലി ചെയ്യാനായിട്ട്. പിന്നെ എൻ്റെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, വേറെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങ് വീഡിയോ എടുക്കാനായിട്ടും പറ്റിയില്ല. ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെയാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് വലിയ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഞാൻ വ്യായാമം ചെയ്യാനായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ കാലിന് കിടന്നുകൊണ്ടുള്ള 2 വ്യായാമവും പിന്നെ ഇരുന്നു കൊണ്ടുള്ളൊരു വ്യായാമം, പിന്നെ നടക്കണം, ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അതാ എൻ്റെ ആദ്യത്തേത് ഇങ്ങനെ കാലിങ്ങനെ പൊക്കണം. അപ്പോൾ നമ്മൾ മുട്ടിൻ്റെ അവിടെയായിട്ട് എന്തെങ്കിലും ഹോൾഡ് ചെയ്യാനായിട്ട് വെച്ചിരിക്കണം. പിന്നെ കാലിങ്ങനെ 10 മിനിറ്റ് പൊക്കി വെക്കണം. പിന്നെ 10 മിനിറ്റില്ല 10 സെക്കൻഡ് താക്കണം. അതെല്ലാം 10 സെക്കൻഡാണ്. അതുപോലെ തന്നെ ഇരുന്ന് കൊണ്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ ഒരു 5 മിനിറ്റോളം നമ്മൾ നടക്കണം. ഇതൊക്കെ എനിക്ക് തന്ന വ്യായാമം കേട്ടോ. പക്ഷേ ഈ ഒരു വ്യായാമം, ഈ ഒരു ചികിത്സയും കൊണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ വലിയൊരു പേടിയാണ് അങ്ങ് മാറിയത്. കാരണം സർജറി എന്നൊക്കെ പറഞ്ഞൊരു അവസ്ഥയിൽ നിന്നാണ് എനിക്ക് ഇത്രയും ഒരു മാറ്റം ഉണ്ടായത് കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ വെച്ച് സർജറിയൊക്കെ ചെയ്ത് ഞാൻ ആകെപ്പാടെ പേടിച്ച് വിറച്ച്, എനിക്ക് വേറെ എന്തെങ്കിലും ഒരു അസുഖം വരുമോ എന്നുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ ഹോസ്പിറ്റലിൽ എവിടെ പോകാണ്ട് ഇറങ്ങുവാണ് കേട്ടോ. അവരും പെട്ടെന്ന് പോകാനുള്ള ധൃതിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവരും പോയത്. എനിക്ക് പിന്നെ നടന്നു വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഇരുന്നുള്ള ഒരു വ്യായാമം ഉണ്ട് കേട്ടോ, അതും കൂടെ ചെയ്യണം. എന്തായാലും ഇപ്പോൾ വളരെയധികം ബെറ്റർ ആയിട്ടുണ്ട്. എനിക്ക് അത്രത്തോളം ആ ഡോക്ടറിനെ ഞാനിപ്പോൾ ദൈവത്തെ പോലെയാണ് കാണുന്നത്. എനിക്ക് അത്രത്തോളം മാറ്റങ്ങളാണ് അവിടെ പോയതിന് ശേഷം എനിക്ക് സംഭവിച്ചത് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ കാലിൻ്റെ ഒരു പ്രശ്നം കൊണ്ട്. ഞാൻ 1 മാസക്കാലമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ഈ ഒരു വീട്ടിലായിരുന്നാലും അതെൻ്റെ ജോലിയുടെ ഒരു ഭാഗമായിട്ടായിരുന്നാലും എനിക്ക് എല്ലാം കൊണ്ടും ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞൊരു മാസമായിരുന്നു കേട്ടോ ഈ നവംബറും ഡിസംബറും. ഇനിയുള്ള മാസക്കാലങ്ങൾ എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിപ്പോൾ കുറച്ച് നാളത്തേക്ക് ലീവ് എടുത്തു. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിച്ചപ്പോഴത്തേക്കും ബീനയും ദീപ ചേച്ചിയും ചിത്ര ചേച്ചിയും ഒക്കെ എന്നെ കാണാൻ വന്നു. പിന്നെ അവരൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നപ്പോഴത്തേക്ക് പിന്നെ വേറെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ അവർ പോയതിന് ശേഷം ഞാൻ കയ്യിൽ മെഹന്തിയൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും, അങ്ങനെ ചെയ്യും. പിന്നെ എന്നെ കാണാനൊക്കെ ഒരുപാട് പേര് വരാറുണ്ട്. ഞാനങ്ങനെ ആരെയും വീഡിയോസ് എടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ചിലരിത് കാണുമ്പോൾ വിചാരിക്കും ചിലർ മാത്രം വരുന്ന വീഡിയോസ് എടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കും. ഇപ്പോൾ എനിക്കും ഇവരുടെ പേര് പറയാതിരിക്കാമായിരുന്നു, പക്ഷേ ഞാൻ എന്തോ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയി കേട്ടോ. പറഞ്ഞ കൂട്ടത്തിൽ ചിലരൊക്കെ വരുന്ന സമയത്ത് വീഡിയോ എടുക്കുന്ന കാര്യമേ ഞാൻ അങ്ങ് മറന്നു പോവും. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഞാനിട്ട മെഹന്തി നിങ്ങൾക്ക് കാണിച്ചു തരുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ മെഹന്തിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ കുറേ പേര്, എൻ്റെ ബന്ധുക്കൾ ഇഷ്ടംപോലെ പേര് എന്നെ വിളിക്കാറുണ്ട്. വരാൻ പറ്റാത്തവരൊക്കെ എന്നെ വിളിച്ച് അന്വേഷിക്കാറുണ്ട്. സ്കൂളിൽ നിന്ന് വിളിക്കാറുണ്ട്, പാരൻസ് വിളിക്കാറുണ്ട്. മക്കളെല്ലാവരും വോയിസ് ഇട്ട് എൻ്റെ അടുത്ത് വിശേഷം തിരക്കാറുണ്ട്. എനിക്കതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും കേട്ടോ. ഇതിപ്പോൾ ചേട്ടൻ ഇന്നിപ്പോൾ വെളുപ്പിനെയാണ് ജോലിക്ക് പോകുന്നത് കേട്ടോ. 6 മണിക്ക് പോയിട്ട് ഒരു 3 മണിയാകുമ്പോൾ വരെ. ആ സമയത്ത് എനിക്ക് ജ്യൂസ് അടിച്ച് വെച്ചതാണ്, മുന്തിരിയുടെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോഴത്തേക്കും ഉച്ചയൊക്കെ ആയ സമയത്തേക്ക് അമ്മ വന്നു. പിന്നെ അമ്മ ചോറൊക്കെ എടുത്ത് തന്നു, അതൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇത് കാവ്യ അയച്ചു തന്ന എൽസയുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അവളിങ്ങനെ കരഞ്ഞിട്ട് ടോണി വിളിച്ച സമയത്ത് അവനെ നോക്കി ചിരിക്കുന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വൈകുന്നേരമായ സമയത്ത് ഞാനും ചേട്ടനും കൂടെ ഡോക്ടറിൻ്റെ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഒരു 2 മണിക്ക് കഴിഞ്ഞ സമയത്താണ് ഇറങ്ങിയത്. എനിക്ക് 2:45 ടൈം തന്നത്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ 2 പേരും കൂടെ ഡോക്ടറിൻ്റെ വീട്ടിലോട്ട് പോയി. അതാണ് ഡോക്ടറിൻ്റെ വീട്, അജോയ് ഡോക്ടർ. തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ ബിൽഡിങ് ഫ്ലാറ്റൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഡോക്ടറിൻ്റെ വീട്ടിലെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജനറൽ ഹോസ്പിറ്റലിലെ ഓർത്തോ സർജനാണ് ഡോക്ടർ. അപ്പോൾ അവിടെ കാണാൻ വന്നു. എനിക്ക് ഈ ഡോക്ടറിനെ എത്രത്തോളം പുകഴ്ത്തി പറയാമോ അത്രത്തോളം ഞാൻ പുകഴ്ത്തി പറയാൻ കേട്ടോ. കാരണം ഞാനിങ്ങനെ നിൽക്കുന്നത് കണ്ടോ, ഞാനിങ്ങനെ പോലും കാലിൽ ബെൽറ്റൊന്നും ഇടാതെ എനിക്കിങ്ങനെ പോലും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കിടന്ന് ഞാനാണ് ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ നടന്നു പോകുന്നുണ്ട് കേട്ടോ. അത്രത്തോളം മാറ്റവും എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. വലിയൊരു ഓപ്പറേഷൻ എന്നൊക്കെ എന്നെ വെടിവെച്ച് നമ്മൾ ദൈവദൂതൻ എന്നൊക്കെ പറയൂലേ, അങ്ങനെ ഒരാളാണ് കേട്ടോ എൻ്റെ ആ ഡോക്ടർ. എനിക്ക് അത്രത്തോളം എനിക്ക് വിശ്വാസവും ധൈര്യവും ഒക്കെ തന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനും ചേട്ടനോട് തൊട്ടടുത്ത് തന്നെ, നമ്മുടെ ആ മെഡിക്കൽ സ്റ്റോറിൻ്റെ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ബാക്കിൽ ആ വഴി കൂടെയാണ് നമ്മൾ ഡോക്ടറിൻ്റെ വീട്ടിലോട്ടും പോകുന്നത് കേട്ടോ.
അപ്പോൾ അവിടെ നിന്ന് ഇതാ ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ ചേട്ടൻ ചായയും ഞാനൊരു കോഫിയാണ് കുടിച്ചത്. പിന്നെ ഒരു പഴംപൊരിയും ഒരു കട്ട്ലറ്റും വാങ്ങിയിട്ട് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടം ഇതാണ്. എന്തെങ്കിലും കണ്ടാൽ ഒരേപോലത്തത് നമുക്ക് 3ഓ 4ഓ ഒക്കെ വാങ്ങിയിട്ട് കഴിക്കുന്നതിനേക്കാളും നമ്മളിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് വാങ്ങിയിട്ട് ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ എല്ലാത്തിനും ടേസ്റ്റും അറിയാൻ പറ്റും. അയ്യോ എനിക്കത് വാങ്ങിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം മനസ്സിലും വേണ്ട, അല്ലെങ്കിൽ എനിക്കിത് കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടവും വേണ്ട. അപ്പോൾ ഞാനും ചേട്ടനും എബിയാണ് പോണെങ്കിൽ ഞങ്ങൾ 3 എണ്ണം വാങ്ങിക്കും, 3 വെറൈറ്റി വാങ്ങിയിട്ട് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കും. അതാണ് എപ്പോഴത്തെയും പതിവ്. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിച്ചിട്ട് അവിടെ നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ വീട്ടിലോട്ട് വരുന്ന സമയം തന്നെ ഞാൻ സ്കൂളെത്താറായപ്പോൾ പെട്ടെന്ന് എനിക്ക് അവിടെ ഒന്നും വീഡിയോ എടുക്കണമെന്ന് തോന്നി കേട്ടോ. എൻ്റെ സ്കൂളും പരിസരമൊക്കെ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നി. ഇതാണ് കേട്ടോ ഞാനിപ്പോൾ വന്നിട്ടുള്ള സ്കൂളിലാണ് ഞാൻ ചിലപ്പോൾ കിട്ടിയത്. എനിക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞ സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് അവിടെ പോകാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ പോലും എനിക്കറിയത്തില്ല. സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഉപകാരം കൂടെ ഉണ്ട് കേട്ടോ. ഒരുപാട് നടക്കുകയൊന്നും വേണ്ട. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്താ നമ്മുടെ ഇലക്ഷൻ പ്രചരണം നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് എത്തി. അപ്പോൾ ബായ്.